ഓരോ സെക്കൻഡിലും ലോകമെമ്പാടുമായി 9700-ലധികം കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ പറക്കുന്നുണ്ട്. ലൈവ് ഫ്ലൈറ്റ് ട്രാക്കറിൽ പരിശോധിച്ചാൽ ലോകമെമ്പാടും ഈച്ചകളെപ്പോലെ പറക്കുന്ന എണ്ണമറ്റ വിമാനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും ഇതേ വിമാനങ്ങൾ തന്നെ ചിലപ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന അപകടങ്ങളിൽ പെടാറുണ്ട്. അത്തരത്തിലുള്ള ചില ഭയാനകമായ വിമാനാപകടങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. US ബംഗ്ലാ ഫ്ലൈറ്റ് 211. ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ വിമാനാപകടമായിരുന്നു ഇത്. ഇതിൽ 51 യാത്രക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്. 2018 മാർച്ച് 12-ന് US ബംഗ്ലാ എയർലൈൻസ് ഫ്ലൈറ്റ് 211 മറ്റേതൊരു ദിവസത്തെയും പോലെ പറന്നുയർന്നു. ഏകദേശം 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ധാക്കയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്കായിരുന്നു. ഈ വിമാനത്തിൽ 4 ക്രൂ മെമ്പേഴ്സും 67 യാത്രക്കാരും ഉൾപ്പെടെ ആകെ 71 പേരാണ് ഉണ്ടായിരുന്നത്. 5500 മണിക്കൂറിലധികം ഫ്ലൈയിങ് എക്സ്പീരിയൻസും 52 വയസ്സുകാരനായ മുൻ ബംഗ്ലാദേശ് എയർഫോഴ്സ് പൈലറ്റ് ക്യാപ്റ്റൻ ആബിദ് സുൽത്താൻ്റെ കൈകളിലായിരുന്നു വിമാനത്തിൻ്റെ നിയന്ത്രണം. അദ്ദേഹത്തോടൊപ്പം എയർലൈനിലെ ആദ്യ വനിതാ പൈലറ്റായ ഫസ്റ്റ് ഓഫീസർ പൃഥുല റാഷിദും ഉണ്ടായിരുന്നു. 25 വയസ്സുള്ള ഈ പൈലറ്റിന് വെറും 390 മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറന്നുയരുന്നതിന് മുൻപ് തന്നെ ക്യാപ്റ്റൻ സുൽത്താൻ അസ്വസ്ഥനും മാനസികമായി തളർന്നവനുമായിരുന്നു. ഗ്രൗണ്ട് കൺട്രോളുമായുള്ള ആശയവിനിമയത്തിനിടയിൽ അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു. യാത്രയിലുടനീളം അദ്ദേഹം മോശം വാക്കുകൾ ഉപയോഗിക്കുകയും തൻ്റെ ജൂനിയർ കോ പൈലറ്റിനോട് വളരെ വിചിത്രമായി പെരുമാറുകയും ചെയ്തിരുന്നു അത്രേ. കുറച്ചുനേരം പറന്നതിന് ശേഷം വിമാനം കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ പൈലറ്റ് ATCയുമായി ബന്ധപ്പെട്ടു. റൺവേ 02-വിൽ ലാൻഡ് ചെയ്യാൻ ATC നിർദ്ദേശം നൽകി. ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് 1338 മീറ്റർ ഉയരത്തിലുള്ള ഒരു ഇടുങ്ങിയ മലനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ വിമാനം വരുന്ന ദിശയ്ക്കനുസരിച്ച് 0220 എന്ന് പേരിട്ടിരിക്കുന്ന 2 റൺവേ മാത്രമേ അവിടെയുള്ളൂ. തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വിമാനങ്ങൾ റൺവേ 02-വിലും വടക്ക് ഭാഗത്ത് നിന്ന് വരുന്നവ റൺവേ 20-ലുമാണ് ലാൻഡ് ചെയ്യുന്നത്. വിമാനം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് റൺവേയിലാണ് ലാൻഡ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ ക്യാപ്റ്റൻ സുൽത്താന് കൺഫ്യൂഷൻ ഉണ്ടാവുകയും വിമാനം പെട്ടെന്ന് പ്ലാൻ ചെയ്യാത്ത ഒരു ദിശയിലേക്ക് തിരിയുകയും ചെയ്തു. ക്യാപ്റ്റൻ്റെ മാനസികാവസ്ഥയിലുണ്ടായ മാറ്റം ATCയുമായുള്ള അദ്ദേഹത്തിൻ്റെ ആശയവിനിമയത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. വഴിതെറ്റിയ ഒരു വിമാനത്തെ പോലെ വിമാനം വശങ്ങളിലേക്ക് ആടിക്കൊണ്ടിരുന്നു. ATC ടവർ വിമാനത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ക്രൂവിന് മുന്നറിയിപ്പ് നൽകാൻ പലതവണ ശ്രമിച്ചുവെങ്കിലും ക്യാപ്റ്റൻ്റെ മാനസികാവസ്ഥ കാരണം അദ്ദേഹത്തിന് ആ വിവരങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ലാൻഡിങ്ങിന് ആവശ്യമായ കൃത്യമായ ഉയരത്തിലും ദിശയിലും വിമാനത്തെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. US ബംഗ്ലാ വിമാനം കാഠ്മണ്ഡു എയർപോർട്ട് റൺവേക്ക് അടുത്തെത്തിയപ്പോൾ കോക്പിറ്റിൽ ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാർണിംഗ് അലാറം മുഴങ്ങാൻ തുടങ്ങിയിരുന്നു. കാഠ്മണ്ഡു താഴ്വരയ്ക്ക് ചുറ്റുമുള്ള മൂടൽമഞ്ഞ് കാരണം അന്ന് കാഴ്ചപരിധി കുറവായിരുന്നു. റൺവേ ഒടുവിൽ ദൃശ്യമായപ്പോൾ വിമാനം കൃത്യമായ വരിയിലായിരുന്നില്ല. വിമാനം അപകടകരമായ വേഗതയിലാണ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതേസമയം വിമാനം ട്രാക്കിൽ നിന്നില്ലെന്ന് ATC ശ്രദ്ധിക്കുകയും കൺട്രോളർമാർ പരിഭ്രാന്തരാവുകയും ചെയ്തു. മറുവശത്ത് വിമാനത്തിലിരുന്ന 71 യാത്രക്കാർ തങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് വിമാനം റൺവേയുടെ തുടക്കത്തിന് പകരം 1700 മീറ്റർ പിന്നിട്ട് ഏകദേശം പകുതിയോളം എത്തിയപ്പോൾ നിലം തൊട്ടു. ത്രിഭുവൻ എയർപോർട്ട് ഒരു ടേബിൾ ടോപ്പ് റിഡ്ജിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ വിമാനം നിർത്താൻ ആവശ്യമായ റൺവേ പൈലറ്റിന് മുന്നിലുണ്ടായിരുന്നില്ല. പൈലറ്റ് പൂർണ്ണ ശക്തിയോടെ ബ്രേക്ക് പ്രയോഗിച്ചെങ്കിലും വിമാനത്തിൻ്റെ വേഗത വളരെ കൂടുതലായതിനാൽ അത് നിർത്താൻ സാധിച്ചില്ല. ബാക്കിയുള്ള റൺവേ കടന്ന് വിമാനം തെന്നിമാറി എയർപോർട്ട് ബൗണ്ടറി മതിൽ ഇടിച്ചു. വിമാനം ഉടൻ തന്നെ തീപിടിച്ച് പൊട്ടിത്തെറിച്ചു. രക്ഷാപ്രവർത്തകർ പെട്ടെന്ന് എത്തിയെങ്കിലും ഈ അപകടത്തിൽ 71-ൽ 51 പേരും മരിച്ചു. ക്യാപ്റ്റൻ്റെ കടുത്ത മാനസിക സമ്മർദ്ദവും സിറ്റുവേഷണൽ അവയർനെസ് നഷ്ടപ്പെട്ടതുമാണ് അപകട കാരണമെന്ന് പിന്നീട് ഔദ്യോഗിക അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. അലോഹ എയർലൈൻസ് ഫ്ലൈറ്റ് 243. ഏവിയേഷൻ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അതിജീവന കഥകളിലൊന്നാണ് അലോഹ എയർലൈൻസ് 243. 1988 ഏപ്രിൽ 28-ന് ഉച്ചയ്ക്ക് 1:25-ന് അലോഹ ഫ്ലൈറ്റ് 243 ഹവായിയിലെ ഹിലോൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു. പസഫിക് സമുദ്രത്തിന് നടുവിലുള്ള ഒരു കൂട്ടം ദ്വീപുകളാണ് ഹവായി. അതിൻ്റെ തലസ്ഥാനം ഹോണലുലുവാണ്. ഈ ഫ്ലൈറ്റ് ഹിലോയിൽ നിന്ന് ഹോണലുലുവിലേക്കായിരുന്നു. ഇതിൻ്റെ യാത്രാസമയം വെറും 35 മിനിറ്റ് മാത്രമായിരുന്നു. വിമാനത്തിൽ 89 യാത്രക്കാരും 3 ഫ്ലൈറ്റ് അറ്റൻഡൻസും
2 പൈലറ്റുമാരും ഉൾപ്പെടെ ആകെ 95 പേരാണ് ഉണ്ടായിരുന്നത്. അതിനു മുൻപായി യുദ്ധമൊക്കെ കാരണം സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ആപ്പാണ് മാർക്കറ്റ് വോൾഫ്. ഒരു സെബി രജിസ്റ്റേർഡ് ആപ്പാണിത്. ഇവിടെ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ട്രേഡിങ്ങിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. കൂടാതെ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം കിട്ടും എന്ന് പറഞ്ഞു തരാൻ ഒരു എക്സ്പേർട്ട് ടീം തന്നെ ഇവിടെയുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ ഇതാ ഇവിടെ ലോഗിൻ ചെയ്തു. ഞാൻ നേരെ ഫോളോ ട്രെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത് പ്രോഫിറ്റബിൾ ട്രെൻഡ് നമുക്ക് കാണിച്ചു തരും. വെറും ഒറ്റ ക്ലിക്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. മറ്റ് ആപ്പുകളെ അപേക്ഷിച്ച് 1/3 പണം കൊണ്ട് നമുക്കിതിൽ ട്രേഡിംഗ് തുടങ്ങാം. ഇതിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഫീച്ചർ ഉണ്ട്. അതിനാൽ തന്നെ നഷ്ടം ഒരു പരിധി കഴിഞ്ഞാൽ ട്രേഡ് തനിയെ നിൽക്കും. ഇവരുടെ ബ്രോക്കറേജ് ചാർജും വളരെ കുറവാണ്. അങ്ങനെ ഞാൻ സ്റ്റോപ്പ് ട്രേഡ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് 1306 രൂപയാണ് പ്രോഫിറ്റ് ലഭിച്ചത്. വെറും 99 രൂപയുടെ ലൈഫ് ടൈം ഫീസിൽ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് ഉപയോഗിക്കാം. രാവിലെ 9 മണി മുതൽ രാത്രി 12 വരെ ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം. ആളുകൾ ഒരു ദിവസം 11,850 രൂപ വരെയും ഒരു മാസത്തിൽ 70,468 രൂപ വരെയും ഒരു വർഷത്തിൽ 5,03,940 രൂപ വരെയും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ലാഭത്തിന് ഇവർ ഒരു കമ്മീഷനും എടുക്കുന്നില്ല. മാർക്കറ്റ് വോൾഫ് ഇതിനോടകം തന്നെ 20 ലക്ഷത്തിലധികം പേർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഉച്ചയ്ക്ക് 1:25 വിമാനം പറന്നുയർന്നു. ടേക്ക് ഓഫ് കഴിഞ്ഞപ്പോൾ എല്ലാം സാധാരണ നിലയിലായിരുന്നു. യാത്രക്കാർ ആ ചെറിയ 35 മിനിറ്റ് യാത്ര ആസ്വദിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് വിമാനത്തിൻ്റെ പുറംഭാഗത്ത് ചില കാര്യങ്ങൾ സംഭവിക്കുകയും അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ അപകടങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. വിമാനം 24,000 അടി ഉയരത്തിലെത്തിയപ്പോൾ പെട്ടെന്ന് ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടു. അതോടെ യാത്രക്കാരുടെ പേടി സ്വപ്നം ആരംഭിച്ചു. സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാഴ്ചയാണ് യാത്രക്കാർ പിന്നീട് കണ്ടത്. വിമാനത്തിൻ്റെ മേൽക്കൂരയുടെ വലിയൊരു ഭാഗം, ഏകദേശം 18 അടിയോളം വരുന്ന ഭാഗം പൂർണ്ണമായും തകർന്ന് വായുവിൽ അപ്രത്യക്ഷമായി. അവർക്ക് മുകളിൽ ശൂന്യമായ ആകാശം മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ചുറ്റും നിലവിളികളും കരച്ചിലും മാത്രമായി. മണിക്കൂറിൽ 500 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റും തണുത്തുറയുന്ന കാലാവസ്ഥയും കുറഞ്ഞു വരുന്ന ഓക്സിജൻ ലെവലും ആ സാഹചര്യം കൂടുതൽ ഭയാനകമാക്കി. 24,000 അടി ഉയരത്തിൽ യാത്രക്കാർക്ക് മുകളിൽ നീലാകാശമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്നുണ്ടായ മർദ്ദവ്യത്യാസം കാരണം കാറ്റിൻ്റെ ശക്തമായ തള്ളലിൽ പല യാത്രക്കാരും സീറ്റുകളിൽ നിന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്നാൽ 5-ാം നിരയ്ക്ക് സമീപം നിൽക്കുകയായിരുന്ന ചീഫ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ക്ലാരാബെൽ ലാൻസിങ്ങിനെ ശക്തമായ കാറ്റ് വിമാനത്തിന് പുറത്തേക്ക് തള്ളുന്നത് കണ്ടതോടെ സ്ഥിതിഗതികൾ കൂടുതൽ ദാരുണമായി. അവർ വിമാനത്തിന് പുറത്തേക്ക് തെറിച്ചുപോയി. അവരുടെ ശരീരം പിന്നീട് ഒരിക്കലും കണ്ടെത്താനായില്ല. ഈ കാഴ്ച കണ്ടതോടെ യാത്രക്കാരുടെയെല്ലാം ഹൃദയമിടിപ്പ് കൂടി. തങ്ങളാരും രക്ഷപ്പെടില്ലെന്ന കടുത്ത ഭീതിയിലായിരുന്നു യാത്രക്കാർ. അവർക്ക് മുൻപിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മേൽക്കൂര തകർന്നതോടെ വിമാനത്തിനുള്ളിലെ മർദ്ദം നഷ്ടപ്പെടുകയും 24,000 അടിയിൽ ഓക്സിജന്റെ അളവ് അപകടകരം വിധം കുറയുകയും ചെയ്തു. ഭാഗ്യവശാൽ വിമാനത്തിലെ 2 പൈലറ്റുമാരും കോക്പിറ്റിൽ സുരക്ഷിതരായിരുന്നു. 8,500 മണിക്കൂർ പറന്ന പരിചയമുള്ള, അതിൽ 6,700 മണിക്കൂറും ബോയിങ് 737 പറത്തിയ ക്യാപ്റ്റൻ റോബർട്ട് ഷോൺസ്റ്റെമറാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. ഈ ഭയാനകമായ വെല്ലുവിളിക്ക് മുന്നിൽ പൈലറ്റ് തളർന്നുപോയില്ല. അദ്ദേഹം ഉടൻ തന്നെ അടുത്തുള്ള ATCയുമായി ബന്ധപ്പെട്ടു. മൗയി ദ്വീപിലെ കഹുലോയി എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യാൻ ATC നിർദ്ദേശം നൽകി. അതായിരുന്നു ഏറ്റവും അടുത്തുള്ള എയർപോർട്ട്. യാത്രക്കാരെ രക്ഷിക്കാനുള്ള ഏക വഴി വിമാനം പെട്ടെന്ന് നിലത്തിറക്കുക എന്നത് മാത്രമായിരുന്നു. വിമാനം കുറച്ചുനേരം കൂടി ആകാശത്ത് തുടർന്നാൽ അതിൻ്റെ തകർന്ന ഭാഗങ്ങൾ കാരണം വിമാനം പൂർണ്ണമായും തകർന്നു വീഴാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ ഷോൺസ്റ്റെമ്പർ തൻ്റെ അസാമാന്യമായ കഴിവുപയോഗിച്ച് തകർന്ന ആ വിമാനത്തെ വളരെ ശ്രദ്ധയോടെ റൺവേയിലേക്ക് നയിച്ചു. ക്യാപ്റ്റൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ ലാൻഡിംഗ് ആയിരുന്നു അത്. എയർപോർട്ടിൽ ലാൻഡിംഗ് ചെയ്യാൻ അനുമതി ലഭിച്ചപ്പോൾ അദ്ദേഹം വിമാനം വിജയകരമായി റൺവേയിൽ ഇറക്കി. ഈ ലാൻഡിംഗ് പിന്നീട് ഒരു അത്ഭുതമായാണ് വിശേഷിക്കപ്പെട്ടത്. റെസ്ക്യൂ ടീം ഉടൻ തന്നെ എത്തി വിമാനത്തിലെ യാത്രക്കാരെ സഹായിച്ചു. വിമാനത്തിലുണ്ടായിരുന്ന 95 പേരിൽ 94 പേരും രക്ഷപ്പെട്ടു. ഫ്ലൈറ്റ് അറ്റൻഡൻ്റായ ക്ലാരാബെൽ ലാൻസിങ്ങിന് മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ അപകടത്തിന് ശേഷം വിമാനം പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് വർഷങ്ങളോളം ചെറിയ ദൂരത്തിൽ പറന്ന ഈ വിമാനം 89,090 തവണ പ്രഷറൈസേഷൻ സൈക്കിളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വിമാനത്തിൻ്റെ ലോഹഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കാനും അഥവാ മെറ്റൽ ഫാറ്റിഗ് സംഭവിക്കാനും ചെറിയ വിള്ളലുകൾ ഉണ്ടാകാനും കാരണമായി. അതാണ് ഒടുവിൽ ഇത്തരമൊരു വലിയ അപകടത്തിലേക്ക് നയിച്ചത്. ക്വാണ്ടസ് ഫ്ലൈറ്റ് 32
നിങ്ങളിപ്പോൾ ഒരു വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. വിമാനം ഇപ്പോൾ ഏകദേശം 7300 അടി ഉയരത്തിലാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് വിമാനത്തിൻ്റെ ഇടതുവശത്തെ ചിറകിൽ നിന്നും ഭീകരമായ ഒരു സ്ഫോടന ശബ്ദം കേൾക്കുന്നത്. എന്നാൽ സംഭവിച്ചത് എന്തെന്ന് അറിയാൻ വിൻഡോയിലൂടെ നോക്കിയ നിങ്ങൾ കണ്ടത് ചിറകിലെ രണ്ടാമത്തെ എൻജിൻ തകർന്ന് തീപിടിക്കുന്നതാണ്. മരണം മുൻപിൽ കാണുന്ന ആ ഭയാനകമായ നിമിഷത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. പിന്നെ നടന്നത് സിനിമയെ വെല്ലുന്ന സംഭവങ്ങളായിരുന്നു. 2010 നവംബർ 4 ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്നും സിംഗപ്പൂർ വഴി സിഡ്നിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ക്വാണ്ടസ് ഫ്ലൈറ്റ് 32. ഇടത്താവളമായ സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനം ഏകദേശം 2 മണിക്കൂറിന് ശേഷം സിഡ്നി ലക്ഷ്യമാക്കി പറന്നുയർന്നു. 440 യാത്രക്കാരും 29 ജീവനക്കാരുമടക്കം ആകെ 469 പേരായിരുന്നു ആ എയർബസ് A380 വിമാനത്തിൽ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ ടേക്ക് ഓഫ് ആയിരുന്നു അത്. എന്നാൽ പറന്നുയർന്ന് മിനിറ്റുകൾക്കകം ഏകദേശം 7300 അടി ഉയരത്തിൽ വെച്ച് വിമാനത്തിൻ്റെ എഞ്ചിനിൽ സ്ഫോടനമുണ്ടായി. എഞ്ചിൻ ഭാഗങ്ങൾ ചിറകിൽ തുളച്ചു കയറി വിമാനത്തിൻ്റെ നിയന്ത്രണ സംവിധാനങ്ങളെ സാരമായി ബാധിച്ചു. ഇടതുവശത്തെ രണ്ടാമത്തെ എഞ്ചിനിൽ നിന്നും തീയും പുകയും വരുന്നത് കണ്ട് യാത്രക്കാർ പരിഭ്രാന്തരായി. അതെ, വിമാനത്തിൻ്റെ ഒരു എഞ്ചിൻ പൂർണ്ണമായും തകർന്നിരുന്നു. തങ്ങളുടെ ജീവിതത്തിലെ അവസാന യാത്രയായിരിക്കുമിതെന്ന് യാത്രക്കാർ ഉറപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഇതേസമയം വിമാനത്തിനുള്ളിൽ ക്യാപ്റ്റൻ റിച്ചാർഡ് ഡി ക്രസ്പിഗ്നിയും മറ്റ് 4 പരിചയസമ്പന്നരായ പൈലറ്റുമാരും വലിയൊരു പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. വിമാനത്തിൻ്റെ 4 എഞ്ചിനുകളിൽ രണ്ടാമത്തേത് പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. എഞ്ചിൻ സ്ഫോടനത്തെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങൾ തറച്ചുകയറി മറ്റ് എഞ്ചിനുകളുടെ പ്രവർത്തനത്തിലും വിമാനത്തിൻ്റെ കൺട്രോൾ സിസ്റ്റത്തിലും ഗുരുതരമായ തകരാറുകൾ സംഭവിച്ചിരുന്നു. ഒരേ സമയത്ത് 100 കണക്കിന് വാർണിംഗ് മെസ്സേജുകൾ പൈലറ്റുമാരുടെ സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. വിമാനം എത്രയും വേഗം നിലത്തിറക്കാൻ വേണ്ടി പൈലറ്റുമാർ സിംഗപ്പൂർ ചാങ്കി എയർപോർട്ടുമായി ബന്ധപ്പെടുകയും എമർജൻസി ലാൻഡിങ്ങിന് അനുമതി തേടുകയും ചെയ്തു. വിമാനത്തിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ ആവശ്യമായ 4000 മീറ്റർ നീളമുള്ള റൺവേ ഉടൻ തന്നെ സജ്ജമാക്കപ്പെട്ടു. അഗ്നിശമന സേനയും ആംബുലൻസുകളും റൺവേയുടെ അരികിൽ അതീവ ജാഗ്രതയോടെ കാത്തുനിന്നു. ലാൻഡിങ്ങിന് തയ്യാറെടുക്കുമ്പോൾ പൈലറ്റുമാർ നേരിട്ട വെല്ലുവിളികൾ വിവരണാതീതമായിരുന്നു. വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറുകൾ, ബ്രേക്കിംഗ് സംവിധാനങ്ങൾ, ചിറകിലെ സ്ലാറ്റുകൾ തുടങ്ങിയ പ്രധാന ഭാഗങ്ങളെല്ലാം ഭാഗികമായി പണിമുടക്കിയിരുന്നു. ചിറകിലെ ഇന്ധന ടാങ്കുകൾക്ക് കേടുപാട് സംഭവിച്ചതിനാൽ ഉണ്ടായ ഇന്ധന ചോർച്ച വിമാനത്തിൻ്റെ ഫ്യുവൽ ഇംബാലൻസ് ദോഷകരമായി ബാധിച്ചു. അതായത് വിമാനത്തിൻ്റെ ഒരു വശത്തിന് മറ്റു വശത്തേക്കാൾ ഏകദേശം 10 ടണ്ണോളം ഭാരക്കൂടുതൽ അനുഭവപ്പെട്ടു. ഇത്രയും വലിയൊരു തകരാർ സംഭവിച്ചതിനാൽ ലാൻഡിംഗ് സ്പീഡ് കണക്കാക്കുന്ന കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ടായിരുന്നില്ല. ലാൻഡിംഗ് വേഗത കൂടിയാൽ വിമാനം റൺവേ മറികടന്ന് അപകടത്തിൽപ്പെടും. വേഗത കുറഞ്ഞാൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം തകർന്നു വീഴുകയും ചെയ്യും. അതീവ അപകടകരമായ ഈ സാഹചര്യങ്ങളെ പൈലറ്റുമാർ തങ്ങളുടെ വൈദഗ്ധ്യം കൊണ്ട് നേരിടുകയും വിമാനം വിജയകരമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. സാധാരണ നിശ്ചയിച്ചിട്ടുള്ള വേഗതയേക്കാൾ വളരെ കൂടിയ വേഗതയിലാണ് വിമാനം റൺവേയിൽ തൊട്ടത്. ലാൻഡ് ചെയ്തയുടനെ വിമാനം വശങ്ങളിലേക്ക് തെന്നിമാറാൻ തുടങ്ങിയെങ്കിലും പൈലറ്റുമാരുടെ അവസരോചിതമായ ഇടപെടലിലൂടെ അത് നേരെയാക്കാൻ സാധിച്ചു. റൺവേയുടെ ഏകദേശം അവസാന ഭാഗത്ത് വെച്ചാണ് 440 ടണ്ണിലധികം ഭാരമുള്ള ആ ഭീമൻ വിമാനം നിശ്ചലമായത്. വെറും 150 മീറ്റർ നീളം മാത്രമാണ് റൺവേയിൽ ബാക്കിയുണ്ടായിരുന്നത്. ലാൻഡിങ്ങിൻ്റെ ആഘാതത്തിൽ വിമാനത്തിൻ്റെ 4 ടയറുകൾ പൊട്ടിത്തെറിച്ചിരുന്നു. തകരാറിലായ വിമാനത്തെ ഇത്രയും കൃത്യതയോടെ നിലത്തിറക്കിയത് പൈലറ്റുമാരുടെ അസാമാന്യമായ മിടുക്ക് ഒന്നു മാത്രമാണ്. ലാൻഡിങ്ങിന് ശേഷം സുരക്ഷാ കാരണങ്ങളാൽ 1 മണിക്കൂർ കഴിഞ്ഞാണ് യാത്രക്കാരെ പുറത്തിറക്കിയത്. വിമാനത്തിലുണ്ടായിരുന്ന 469 പേരും ഒരു പോറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ അപകടത്തെക്കുറിച്ച് ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് വിശദമായ അന്വേഷണം നടത്തി. എഞ്ചിൻ തകരാറിലായതാണ് അപകടത്തിൻ്റെ പ്രധാന കാരണമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. എഞ്ചിനുള്ളിലെ ഒരു ഓയിൽ പൈപ്പിന് നിർമ്മാണവേളയിൽ സംഭവിച്ച പിഴവ് കാരണം അതിൽ വിള്ളലുണ്ടാവുകയും ചോർന്ന ഓയിൽ ചൂടായ ഭാഗങ്ങളിൽ തട്ടി തീപിടിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് എഞ്ചിനിലെ ടർബൈൻ ഡിസ്ക് പൊട്ടിത്തെറിച്ചതാണ് വലിയ അപകടത്തിലേക്ക് നയിച്ചത്. റോൾസ് റോയ്സ് ഈ പിഴവ് സമ്മതിക്കുകയും പിന്നീട് എഞ്ചിനുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. തകർന്ന എഞ്ചിനുകൾ മാറ്റി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ വിമാനം 2012 ഏപ്രിൽ മാസത്തിൽ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെത്തി. വിമാനയാത്രാ ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷപ്പെടലുകളിലൊന്നായി QF-32 ഇന്നും അറിയപ്പെടുന്നു. മലേഷ്യൻ ഫ്ലൈറ്റ് MH370 ഏവിയേഷൻ ചരിത്രത്തിലെ ചുരുളഴിയാത്ത ഒരധ്യായമാണിത്.
2014 മാർച്ച് 8-നാണ് ഇത് സംഭവിച്ചത്. മലേഷ്യൻ എയർലൈൻസിൻ്റെ MH370 എന്ന വിമാനം മലേഷ്യയിലെ ക്വാലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലേക്ക് പുറപ്പെട്ടതായിരുന്നു. ഈ വിമാനത്തിൽ 2 പൈലറ്റുമാരും 10 ക്യാബിൻ ക്രൂ അംഗങ്ങളും 227 യാത്രക്കാരും ഉൾപ്പെടെ ആകെ 239 പേരാണ് ഉണ്ടായിരുന്നത്. യാത്രക്കാരിൽ ഭൂരിഭാഗം പേരും ചൈനയിൽ നിന്നുള്ളവരായിരുന്നു. 2 പൈലറ്റുമാരും വളരെ പരിചയസമ്പന്നരായിരുന്നു. ഈ 2 പൈലറ്റുമാരിൽ 53 വയസ്സുകാരനായ ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷായ്ക്ക് 33 വർഷത്തെ ഫ്ലൈയിങ് എക്സ്പീരിയൻസും 18,000 മണിക്കൂറിലധികം പറന്ന പരിചയവുമുണ്ടായിരുന്നു. കൃത്യം പുലർച്ചെ 1:19 വിമാനം മലേഷ്യൻ അതിർത്തി കടന്ന് വിയറ്റ്നാം ആകാശത്തേക്ക് പ്രവേശിക്കാനിരിക്കെ ഗുഡ് നൈറ്റ് മലേഷ്യൻ 370 എന്ന വാക്കുകളോടെ വിമാനത്തിലെ ജീവനക്കാർ മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് സൈൻ ഓഫ് ചെയ്തു. അതേ നിമിഷം തന്നെ MH370 റഡാറിൽ നിന്ന് ദുരൂഹമായി അപ്രത്യക്ഷമായി. കൺട്രോൾ ടവർ ഉടൻ തന്നെ പലതവണ MH370 ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിമാനത്തിൽ നിന്ന് മറുപടിയൊന്നും ലഭിച്ചില്ല. വിമാനത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറുണ്ടാകാമെന്ന് മലേഷ്യൻ എയർ കൺട്രോൾ ടവർ ആദ്യം കരുതി. ഇക്കാരണത്താൽ അവർ വിയറ്റ്നാം എയർ ട്രാഫിക് കൺട്രോൾ ടവറുമായി ബന്ധപ്പെടുകയും MH370 ലൊക്കേഷൻ ചോദിക്കുകയും ചെയ്തു. എന്നിരുന്നാലും വിയറ്റ്നാം എയർ ട്രാഫിക് കൺട്രോൾ ടവറിനും അവരുടെ റഡാറിൽ ഈ വിമാനം കാണാൻ കഴിഞ്ഞില്ല. ഫ്ലൈറ്റ് MH370 നിന്ന് അവസാനമായി ഒരു ട്രാൻസ്പോണ്ടർ സിഗ്നൽ ലഭിച്ചത് തായ്ലാൻഡ് ഉൾക്കടലിന് അടുത്തുള്ള സൗത്ത് ചൈന കടലിൽ വെച്ചായിരുന്നു. പിന്നീട് മലേഷ്യൻ എയർ കൺട്രോൾ സാറ്റലൈറ്റ് ഡാറ്റ പരിശോധിച്ചപ്പോൾ ഇൻമാർസാറ്റ് സാറ്റലൈറ്റ് സിഗ്നലുകളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. വിമാനം അതിൻ്റെ അവസാന ലൊക്കേഷന് ശേഷം പെട്ടെന്ന് വലത്തോട്ട് തിരിയുകയും പിന്നീട് ഒരു വലിയ ഇടതുവളവ് എടുത്ത് മലേഷ്യൻ ഉപദ്വീപിലൂടെ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പറക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വിമാനം പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഈ സംഭവത്തിന് ശേഷം ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരച്ചിലുകളിലൊന്ന് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വലിയൊരു ഭാഗത്ത് ആരംഭിച്ചു. ഇതിൽ 26 രാജ്യങ്ങളും ഡസൻ കണക്കിന് കപ്പലുകളും വിമാനങ്ങളും പങ്കെടുത്തു. എങ്കിലും വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്താനായില്ല. തുടർന്നുള്ള വർഷങ്ങളിൽ MH370 ഉറപ്പുള്ളതോ സംശയിക്കുന്നതോ ആയ 30-ലധികം അവശിഷ്ടങ്ങൾ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകളിലും തീരങ്ങളിലും അടിഞ്ഞു. ഇതിൽ 2015 റിയൂണിയൻ ഐലൻഡിൽ നിന്ന് ലഭിച്ച ഫ്ലാപ്പറോൺ MH370 സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ വിമാനം എന്തിനാണ് വഴിമാറിയതെന്നോ 239 യാത്രക്കാരുമായി വിമാനത്തിൻ്റെ പ്രധാന ഭാഗം എവിടെയാണെന്നോ ഇന്നും ആർക്കും അറിയില്ല. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ പാർട്ട് 2 ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാർക്കറ്റ് വോൾഫ് ആപ്പിന് ഇപ്പോൾ തന്നെ 2 മില്യണിലധികം ഡൗൺലോഡ്സ് ഉണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.